ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള ബഡ്ജറ്റ് റേറ്റിൽ വന്നിട്ടുള്ള ഡെയിലി വെയർ കുർത്തിയാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഷെയ്ഡ് വരുന്നുണ്ട്, വേറൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്കെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് മെസ്സേജും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. എങ്കിലും ഇനിയും കൂടുതൽ കൂടുതൽ മെസ്സേജും കമൻസും ഒക്കെ അയച്ചുകൊണ്ടേ ഇരിക്കുക. മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് അവേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി, അതിൽ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 5K ആവുന്ന അന്നായിരിക്കും നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ജോർജറ്റ് ആണ് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ആണ്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഏലയിലാണ് വരുന്നത്. കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 46-47 വരുന്നുള്ളൂ കേട്ടോ. ഇതിന്റെ നെക്കാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ നെക്കിൽ വന്നിട്ട് ബ്ലാക്ക് കളർ വന്നിട്ട് എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. അത് വന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓവൽ ഷേപ്പിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നെക്ക് വന്നിട്ട് ഒരു വി നെക്കാണ് വരുന്നത്. ഞാൻ അതിന്റെ ക്ലോസർ വി കാണിക്കാം, എങ്കിൽ മാത്രമേ അത് എത്രത്തോളം ഭംഗിയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നല്ല ഒരു നമുക്ക് ഓഫീസ് വെയറൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റിയ, അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റിയ ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ്. ഇതിൽ നമുക്ക് വേറെ സ്റ്റോൺ വർക്കോ അല്ലെങ്കിൽ ബീച്ച് വർക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയും നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും അത് ബീച്ച് പോവോ സ്റ്റോൺ പോവോ എന്നൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. ഇതുണ്ട്, ഇതിൻ്റെ യോക്ക് ഏരിയ കണ്ടോ, ഫുള്ളായിട്ടും ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഈ കുർത്തിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു മെറൂൺ ഷെയ്ഡും റെഡും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. എല്ലാ ഷെയ്ഡിലുള്ളവർക്കും ഏത് ഒക്കേഷനിൽ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. ഇതിന്റെ നെക്ക് കണ്ടോ, ഒരു വി നെക്കാണ് വരുന്നത്. എന്ന് വെച്ചിട്ട് ഒരുപാട് വൈഡ് ആയിട്ടുള്ള വി നെക്കല്ല. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത്രയും ഫ്ലെയർ വരുന്നുള്ളൂ, ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട്. നല്ല ഒരു ഡെയിലി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കുർത്തിയാണ്. ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ. അപ്പൊ ഇതിന്റെ വേറൊരു ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട്, നമുക്ക് അതോടെ കണ്ടു നോക്കാം. അതും വന്നിട്ട് നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. ആ ഷെയ്ഡിൽ മാത്രമേ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. രണ്ടും നല്ല ഷെയ്ഡാണ് കേട്ടോ. ഈ ഷെയ്ഡിലുള്ള കുറേ കുർത്തി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, 2-3 പാറ്റേൺ. അതൊക്കെ നല്ല റിവ്യൂ ആയിരുന്നു. ഒരുപാട് കസ്റ്റമർ അത് പർച്ചേസ് ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ കുർത്തി കൊണ്ടൊന്ന് പെട്ടെന്ന് വേറെ ചെയ്തിട്ട് വന്നാലോ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. രണ്ട് ഷെയ്ഡും നല്ല ഷെയ്ഡാണ്. അപ്പൊ നമ്മളിപ്പോ കണ്ട രണ്ട് കുർത്തിന്റെ സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 549 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. എനിക്ക് എന്താ പറയുക, ലേഡീസ് ആയിട്ടുള്ള കസ്റ്റമറും ഉണ്ട്, അതല്ലെങ്കിൽ ജെൻസ് ആയിട്ടുള്ള കസ്റ്റമറും ഉണ്ട്. അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പർച്ചേസ് ചെയ്യാറുണ്ട്. ജെൻസ് വന്നിട്ട് അവരുടെ ഗേൾ ഫ്രണ്ട്സിനായാലും വൈഫിനായാലും പർച്ചേസ് ചെയ്യാറുണ്ട്. ഞാൻ അവരെയൊക്കെ ആരോഗ്യകരമായ രീതിയിൽ തന്നെ ഡീൽ ചെയ്യാറുമുണ്ട്. അവർക്ക് വേണ്ട ആവശ്യമുള്ള ഏത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് എത്തിച്ചു കൊടുക്കാറുമുണ്ട്. അതുകൂടാതെ ചില ആൾക്കാർ വന്നിട്ട് നമുക്ക് അൺനെസസറി ആയിട്ടുള്ള മെസ്സേജ് ആയാലും അൺനെസസറി ആയിട്ടുള്ള കോളും നമുക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാം, നമ്മുടെ അടുത്ത് സംസാരിക്കാം, പർച്ചേസ് ചെയ്യാം. അത് ഞങ്ങൾ ഇപ്പോൾ ജെൻസെന്നോ ലേഡീസെന്നോ ഒന്നുമില്ല, ഞങ്ങൾ ആർക്ക് വേണമെങ്കിലും പ്രോഡക്റ്റ് സെല്ല് ചെയ്യും. കാരണം നമ്മളിങ്ങനെ ഒരു ബൊട്ടിക്ക് ഇട്ടിരിക്കുന്നത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പറയുന്നത് ആരാന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് വന്നിട്ട് പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കമൻസ് ആയാലും പിന്നെ പേഴ്സണൽ ആയിട്ടാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കോൾസ് വന്നിട്ട് ഇപ്പോൾ എടുക്കുന്നത് എൻ്റെ മകളായിരിക്കാം, ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ സ്റ്റാഫ് ആയിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പല ടൈമിൽ വന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടതായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക, പർച്ചേസ് ചെയ്യാനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോൾസ് ആയാലും മെസ്സേജ് ആയാലും നമുക്ക് അയക്കാം.
അതിൽ നമ്മൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. അതിപ്പോൾ ജെൻസ് ആയാലും നമ്മളത് ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കോൾ എടുക്കുന്ന ടൈമിൽ കോൾ വിളിക്കുന്ന ടൈമിൽ ഇപ്പം എൻ്റെ മകൾ എടുക്കുമ്പം ചിലപ്പോൾ അവർക്കൊന്നും അറിയത്തില്ല. ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും ദുരുദ്ദേശത്തോടെയാണ് നിങ്ങൾ കോൾ വിളിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നതെങ്കിൽ, അതേപോലത്തെ ഒരുപാട് ആപ്പുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഞാനിത് പറയേണ്ടി വന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്നറിയാം. എങ്കിലും കുറേ കോൾസ് ആയാലും മെസ്സേജസ് ആയാലും നമ്മൾ ബിസി ഉള്ളവരാണല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നത്. അപ്പം എൻ്റെ ജെൻസ് ആയിട്ടുള്ള സഹോദരങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് ഒക്കെ അയക്കാം, കോൾസ് വിളിക്കാം. അത് ഞങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിക്കുന്നതായിരിക്കും, അത് ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പം അല്ലാതെ ഉള്ള വേറെ രീതിയിലുള്ള കോൾസോ മെസ്സേജസോ ഒന്നും VR ഡിസൈൻസിൻ്റെ ചാനലിൽ വന്നിട്ട് സ്വീകരിക്കുന്നതല്ല. അപ്പം അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയും എനിക്ക് പറയേണ്ടി വന്നത്, അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടാവുന്നു എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നത്. അപ്പം സോറി. അപ്പോൾ ഇനി അടുത്തൊരു എലഗന്റ് കളക്ഷനുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷ.